പ്രിയപ്പെട്ടവരെ, കൊച്ചിയിൽ നിന്നൊരു വാർത്തയിരുന്നു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തായിരുന്നു കാർ ഡ്രൈവർ KSRTC ജീവനക്കാരനെ മർദ്ദിച്ചത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ KSRTC ഡ്രൈവർ സുബൈറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവറാണ് സുബൈർ. തൃപ്പൂണിത്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് പോയിരുന്നു. അപ്പം തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ വെച്ച് എൻ്റെ ബസ്സിൻ്റെ മുമ്പിൽ ഒരു ഇന്നോവ കാറുണ്ടായിരുന്നു. അവർ ആ തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ നിർത്തിയപ്പോൾ ഞാൻ ഓൺ അടിച്ചിട്ട് അപ്പോൾ അവർ ഫ്രണ്ടിലേക്ക് കൈകൊണ്ട് കാണിച്ചു. എന്നെ എന്തിനാ ഓൺ അടിക്കണമെന്നുള്ള രീതിയിൽ മറ്റേ കൈകൊണ്ട് ഡോറ് ഗ്ലാസ് താത്തിയിട്ട് കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ മുമ്പോട്ട് പോയപ്പോൾ ബസ് തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പിൽ ഞാൻ വണ്ടി നിർത്തി ആളെ കയറ്റി കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് ഡ്രൈവർ സൈഡിലെ ഡോറും തുറന്ന് എൻ്റെ കൈപിടിയിട്ടും കൈക്കിട്ടും അടിച്ചു. കൈക്ക് പരിക്കുണ്ട്. അസഭ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത വിളിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും നമുക്ക് പ്രതികരിക്കാനുള്ള സമയം കിട്ടില്ല. അതിനു മുമ്പ് എല്ലാ സംഭവം കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെടുത്ത് ഞാൻ പോയി. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഈ ഡ്രൈവർ പറയുന്നതനുസരിച്ച് നോക്കിയാൽ അയാൾ ഒരു അതിക്രമമാണ് കാണിച്ചിരിക്കുന്നത്. സർവീസിലുള്ള ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. ജാമ്യമില്ലാത്ത കുറ്റമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഈ ഇന്നോവയിൽ വന്ന ഡ്രൈവറെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ അർജുൻ? അരുൺകുമാർ, ഇന്ന് രാവിലെ 7:30യോടെയാണ് സംഭവം ഉണ്ടായത്. എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന KSRTC ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. ഇയാൾ എറണാകുളം ഡിപ്പോയിലാണ് ഇയാൾ ജോലി ചെയ്തത്. സുബൈർ എന്നാണ് പേര്. ഇയാൾ ഓടിക്കുന്ന KSRTC ബസ്സിന് മുമ്പിൽ ഒരു ഇന്നോവ കാർ നിർത്തുകയും ഇയാൾ ഹോൺ മുഴക്കുകയും ചെയ്തു. തുടർന്ന് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ബസ് സ്റ്റോപ്പിൽ ഈ ബസ് നിർത്തിയപ്പോഴാണ് അതിന് തൊട്ടു മുന്നിൽ ഈ ഇന്നോവ വാഹനം കൊണ്ടിട്ട് ഈ ഡ്രൈവർ ഇറങ്ങുകയും ഈ KSRTC ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തത്. KSRTC ഡ്രൈവറുടെ മുഖത്തും കൈക്കുമാണ് മർദ്ദനമേറ്റത്. ഇയാൾ അസഭ്യം പറഞ്ഞതായും പരാതിയിലുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അക്രമി ഈ ഇന്നോവ കാറുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ കാറിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉടൻ തന്നെ തൃപ്പൂണിത്തുറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു സാധു മനുഷ്യനെ ഇങ്ങനെ വാഹനം സൈഡ് തരാത്തതിന്റെ പേരിലൊക്കെ ആക്ഷേപിക്കുക, ഹോൺ മുഴക്കിയെന്നതിന്റെ പുറത്ത് വന്നിട്ട് അടിക്കുക, മർദ്ദിക്കുക, എന്താണല്ലേ നാട്ടിൽ നടക്കുന്നത്? എന്തായാലും പോലീസ് അയാളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.